അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആക്ച്വലി ആ രാജ്യം എന്താണ്? അതൊരു സെറ്റിലർ കൊളോണിയൽ പ്രോജക്റ്റാണ്. ആ രാജ്യത്തുണ്ടായിരുന്ന മനുഷ്യർ എന്താണ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. അതൊരു ഡിറോഗേറ്ററി ടേമാണ്. അവിടുത്തെ നാറ്റീവ് പോപ്പുലേഷനെ അവരെ അടിമകളാക്കി, അവരെ കൂട്ടക്കൊല ചെയ്ത്, അവരെ സ്ലേവ് മാർക്കറ്റിൽ വിറ്റ്, അങ്ങനെ ഈ പറയുന്ന വൈറ്റ് പീപ്പിൾ കോൺകർ ചെയ്ത് പിടിച്ചെടുത്തൊരു നാടാണത്. അവിടെ വിവിധ നാടുകളിൽ നിന്ന് അവിടെ കുടിയേറിയ ആളുകളാണ് ഈ സംസാരിക്കുന്ന ട്രംപ്. ഇപ്പോൾ എന്താണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണല്ലോ ഇവർ പറയുന്നത്. ട്രംപിൻ്റെ അച്ഛൻ ആരായിരുന്നു? ട്രംപിൻ്റെ അച്ഛൻ ഫ്രെഡ് ട്രംപ്. അയാൾ ജർമ്മൻകാരനാണ്. ട്രംപിൻ്റെ മുത്തച്ഛൻ ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. ട്രംപിൻ്റെ അമ്മ സ്കോട്ടിഷാണ്. ട്രംപിൻ്റെ ഒന്നാമത്തെ പേര് ഇവാന ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വന്ന ആളാണ്. ഇപ്പോഴത്തെ പേര് മെലാനിയ, അവർ സ്ലൊവേനിയയിൽ നിന്ന് വന്ന ആളാണ്. 2006 അവർക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനാണ്. അച്ഛനും അമ്മയും ഭാര്യമാരും പുറത്തുനിന്ന് വന്ന നാച്ചുറൽ സിറ്റിസൺഷിപ്പും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പും നേടിയ ആളുകളാണ് അയാൾ കുടുംബത്തിലുള്ളതെല്ലാം. അങ്ങനെ ഒരാൾ ഇന്ത്യക്കാർ വന്നിട്ട് ഇവിടെ പ്രസവിച്ചിട്ട് സിറ്റിസൺഷിപ്പ് എടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇത്രയും മോശമായ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അപ്പം ഈ ഇവാനയുടെയോ അല്ല മെലാനിയയ്ക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താണ്? അവരും ഇങ്ങനെ തന്നെ കടന്നു കയറി വന്നവരാണല്ലോ. അവർക്കില്ലാത്ത പ്രശ്നം ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ബ്രൗൺ ആണ്, ഇത് നിറം വേറെയാണ്. ഇതാണ് സിനോഫോബിയ എന്ന് പറയുന്നത്, ഇതാണ് റേസിസം എന്ന് പറയുന്നത്. ബൈ ബർത്ത് സംബഡി ഈസ് ബെറ്റർ ആൻഡ് സംബഡി ഈസ് വേഴ്സ് എന്ന് പറയുന്ന ജന്മമാണ് മനുഷ്യൻ്റെ മഹത്വം തീരുമാനിക്കുന്നതാണ് ഈ റേസിസിൻ്റെ അടിസ്ഥാനം. അത് തന്നെയാണ് ഇന്ത്യയിലെ RSSും ബ്രാഹ്മണിസവും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അവർ ഒരു റേസിസ്റ്റ് കസിൻസാണ്. പക്ഷേ അതേസമയം ഇന്ത്യക്കാരെയും അംഗീകരിക്കാൻ പറ്റാത്ത അതിനേക്കാൾ വില കൂടിയ റേസാണ് ഞങ്ങളെന്ന് വിചാരിക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ ഒരു റേസിസം കൊണ്ട് മറ്റൊരു റേസിസത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. റേസിസം അടിസ്ഥാനപരമായി എപ്പോഴും അപരനെ സൃഷ്ടിക്കുന്ന, അപരനിൽ ശത്രുവെ കാണുന്ന ഒരു വൃത്തികെട്ട മനുഷ്യവിരുദ്ധമായൊരു പ്രോജക്റ്റാണ്. അതിനുവേണ്ടി ആ ഒരു റേസിസ്റ്റ് കാഴ്ചപ്പാട് നിന്നുകൊണ്ട് ട്രംപിനെ പിന്തുണച്ച ആളുകൾ അവരെന്താണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്ര ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ളൊരു രാജ്യത്തെ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് അപമാനിക്കുമ്പോൾ ഒന്ന് മറുത്തൊരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഒരു 56 ഇഞ്ചുകാരൻ്റെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഗതികേട്.